ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമിന് കല്യാണിയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്കും കേട്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വരിക. ആ സമയത്താണ് കിരണും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് ഭയങ്കര വെപ്രാളം. ദൈവമേ, ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണോ കിട്ടാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ കിരൺ വിക്രമിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവനിട്ട് ഒന്ന് രണ്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. എന്താടാ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നത്? എനിക്കെന്താ ഇവിടെ നിന്നൂടെ? എൻ്റെ അച്ഛനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്താ വന്നൂടെ? ആ, നിൻ്റെ അച്ഛൻ്റെ അടുത്ത് വരാം. പക്ഷേ നീ പല ഗൂഢാലോചനകളും ഇവിടെ നടത്തണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ വിക്രം. ദേ, താരയാൻറ്റിയെ വില ഉപദ്രവിക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ അതൊന്നും നടക്കില്ല. നീ എന്തിനാ അവിടെ പോയി ഒളിഞ്ഞു നോക്കുക ഒക്കെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല, ഞാനങ്ങനെ ഒളിഞ്ഞു നോക്കിയൊന്നുമില്ലല്ലോ. വേണ്ട വേണ്ട, നിൻ്റെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അല്ല, നിൻ്റെ അച്ഛനെന്ന് പറയുന്ന പറഞ്ഞ ഒരുത്തന്നെ അവിടെ കിടക്കുന്നുണ്ടല്ലോ, എങ്ങനെയുണ്ട്? മോളിലോട്ട് പോകാറായോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, മോളിലോട്ട് പോകാറാവുമ്പോൾ ഞാൻ പറഞ്ഞോളാം. എന്താ അതുപോലെ? ആ മതി, നീ അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞാൽ മതി. ദേ, നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞവന് ദേ നല്ലത് കൊടുക്കേണ്ടതാണ്. നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞവന് ഇതൊന്നും പോരാ കിട്ടേണ്ടത്, നല്ലത് തന്നെ കിട്ടണം. ഏതായാലും അതോടനെ തന്നെ നടക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രമാണെങ്കിൽ അതെ, എൻ്റെ അച്ഛനൊക്കെ, പക്ഷേ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ, അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ചീത്ത സ്ത്രീയായ അമ്മ. മക്കളെ തള്ളിക്കളയുന്ന അമ്മ, മക്കളെ പൈസക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന അമ്മ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണ് അരിശം വന്നിട്ട്, ദേ വിക്രം, ആ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും. ഇവിടെ എടുത്തിട്ട് തന്നെ ഞാൻ കൊടയും ഞാൻ കാണുന്നു നിനക്ക്. നീ കൂടുതൽ ഇവിടെ കിടന്ന് അഭ്യാസം കളിക്കാൻ നിൽക്കരുത്. വേഷം കെട്ടതൊക്കെ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് മതി, ഇങ്ങോട്ട് വേണ്ട. ഞാനൊന്നിനുമില്ലേ, ഞാനൊന്നിനും വാ തുറക്കാനുമില്ല. നിങ്ങളെന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ദേ വൈരകത്തോടെ സംസാരിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നിനും വന്നില്ലല്ലോ, പിന്നെന്താ? അങ്ങനെയായാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ ഈ കിരണാരാണെന്ന് നിനക്ക് ശരിക്കും അറിയാലോ. പിന്നെ നീ പുറം ലോകം കാണില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഈ വിക്രം ഇങ്ങനെ പിറുപിറുക്കിയാണ്. കാണിച്ചു തരാടാ, നിന്നെയും നിന്റെ ഭാര്യയും അമ്മയൊക്കെ അങ്ങോട്ട് മേളിലോട്ട് പറഞ്ഞു വിടുന്നത് ഞാൻ കാണിച്ചു തരാടാ എന്നൊക്കെ എന്നെ സംസാരിക്കുക. അപ്പോൾ കിരൺ പെട്ടെന്ന് തിരിഞ്ഞിട്ട്, എന്താടാ നീ പിശുപിശുക്കുന്നത്? എന്താടാ നീ പറഞ്ഞത്? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ കിരൺ ഇവനെന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അത് സൂക്ഷിച്ചേ മതിയാവുള്ളെന്ന് കിരണിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ താരയെ കാണിക്കുകയാണ്. അപ്പം താരയോട് കല്യാണി ഇങ്ങനെ സംസാരിക്കുകയാണ്, താരയാൻ്റെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പം കിരൺ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ, ദേ ഇപ്പം ഞാൻ അവനെ കണ്ടതേ ഉള്ളു, അവൻ ഇവിടെ കിടന്ന് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അവനെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ ആ സരയുവിൻ്റെ ആളാണ്. സരയെ കുറച്ച് പണം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തും ചെയ്യും. ഇപ്പോൾ പണമില്ലാതെ തെണ്ടി തിരിഞ്ഞടക്കുന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് താരയാൻറ്റി പറയുന്നതൊക്കെ കേൾക്കണം. ഇനി ഈ റൂമിൽ നിന്ന് മാറ്റണമെങ്കിൽ അത് മാറ്റുകയും ചെയ്യാം. പക്ഷേ വേറൊരു ഹോസ്പിറ്റലിൽ നോക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഏതായാലും ആൻറ്റിയെ ഡിസ്ചാർജ് ചെയ്യുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നോക്കാനായിട്ട് പറ്റില്ലല്ലോ. കല്യാണി, എപ്പോഴും ആൻറ്റിയുടെ മേലൊരു ശ്രദ്ധ വേണം. നീ ഇവിടം വിട്ടെങ്ങും പോകാനായിട്ട് പാടില്ല കല്യാണി. ഇല്ല കിരണേട്ടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അങ്ങനെ ആൻറ്റിയെ വെറുതെ വിട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് കിരൺ അവിടെ നിന്ന് പോകുക. പിന്നീട് കാണിക്കുന്നത് വിക്രം പ്രകാശിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ്, എന്താടാ നീ എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? നീ കുറേ നേരമല്ലോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇത് കേട്ട വിക്രത്തിന് കാലി വന്നിട്ട്, അതേ ഞാൻ ആലോചിച്ച് എന്താണെന്നറിയാമോ, അങ്ങോട്ട് എപ്പോഴാണ് മേളിലോട്ട് പോണേന്ന് ഞാനേ എങ്ങനെയെങ്കിലും ഒന്ന് മേളിലോട്ട് പോയാലെന്ന് ആലോചിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശൻ എന്നെ കരയുക. പ്രകാശൻ കരഞ്ഞിട്ട്, എന്താടാ വിക്രം, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, നീ അങ്ങനെ മേളിലോട്ട് പോകുന്ന കാര്യം പോലും ചിന്തിക്കില്ലേടാ, ഇങ്ങനെ സംസാരിക്കില്ലേ? പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കിടപ്പ് കിടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടി മേളിലോട്ട് പോകാം. നിങ്ങൾ എനിക്കിത്തിരി സമാധാനം തരാവോ? തുടങ്ങി അവരുടെ കരച്ചിൽ. ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഒരാളുടെ നെഞ്ചത്തോട്ട് കയറാൻ പോകരുതെന്ന്. എടാ വിക്രം, നിനക്ക് വേണ്ടിയല്ലേടാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, നിനക്ക് വേണ്ടി മാത്രം. നീ പറയുന്നതൊക്കെ സാധിച്ചു തന്നിട്ടില്ലേടാ. തുടങ്ങി വീണ്ടും കണക്ക് പറച്ചിൽ തുടങ്ങി. മോനെ വിക്രം, ഞാൻ കണക്ക് പറഞ്ഞതല്ലേടാ, മതി നിർത്ത്.
ഇനി ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കത് കേൾക്കേണ്ട ആവശ്യവുമില്ല. അച്ഛനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ കാര്യം നോക്കണം. അതാണ് കടമ. ഹാ, എനിക്കൊരു അമ്മയുണ്ടല്ലോ, അവര് പോലും നോക്കുന്നില്ല. പിന്നെ അതിരിക്കട്ടെ, ഇപ്പം നിങ്ങൾ മുത്തശ്ശിയുടെ കാര്യമൊക്കെ പറയാറുണ്ടല്ലോ, മുത്തശ്ശി പോയി തെരുവ് തണ്ടിയാണ് പൈസകളെല്ലാം കൊണ്ടുവരുന്നതെന്ന്. എന്തേ, നിങ്ങൾ മകനല്ലേ, അമ്മയുടെ കാര്യം എന്തേ നോക്കാത്തത്? പറ്റുന്നില്ലല്ലേ? പറ്റില്ല. നിങ്ങൾക്ക് അതിനെ കൊണ്ട് പറ്റില്ല. അതേപോലെ തന്നെയാണ് ഞാനും. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്യുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ വിക്രം ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ് പ്രകാശനോട്. ഇത് കേട്ട പ്രകാശനാണെങ്കിൽ ഇല്ലില്ല, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, നീ ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്തോ. എന്താ അതുപോരെ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വേറെ എന്തെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് പറയണ്ട, എനിക്ക് കേൾക്കാൻ വേണ്ട. ഇവിടെ പൈസ ഇല്ലാതെ നട്ടം തിരിയാണ് ഞാൻ. ഇല്ലടാ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലടാ. പിന്നെ നീ ആ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? അല്ല, ആ കിരണിനെയും കല്യാണിയെയും കാർത്തിയെയും വകവരുത്തുന്ന കാര്യം നീ പറഞ്ഞായിരുന്നല്ലോ, അതെന്തായെന്ന് ഞാൻ ചോദിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കട്ടെ. അവരെ മൂന്നുരം തീർക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എടമോനെ, നീ അവരെ മൂന്നുരം തീർക്കണം എന്നാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ സൂക്ഷിച്ചും കണ്ടും വേണം കേട്ടോ എല്ലാം ചെയ്യാനായിട്ട്. ദേ, നീ ജയിലിൽ പോകാനായിട്ട് പാടില്ല. അങ്ങനെ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരാണുള്ളത്? ഇതെല്ലാം കൂടി നടക്കില്ല. ഞാൻ അവരെ കൊന്നു കഴിഞ്ഞാൽ പോലീസ് എന്നെ പിടികൂടും. ചിലപ്പോൾ ഞാൻ ജയിലിലാകുകയും ചെയ്യും. എന്നെ ജയിലിൽ വന്ന് വേണം നിങ്ങൾ കാണാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? എടാ മോനെ വിക്രം, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളൊന്ന് മിണ്ടാതെ കിടക്ക്. എനിക്കിനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ല. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് വിക്രം അരിശപ്പെട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പക്ഷേ അപ്പോഴും വിക്രത്തിനെ കുറിച്ച് തന്നെയാണ് പ്രകാശൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രകാശിനെ കിട്ടി തുടങ്ങി വിക്രത്തിന്റെ കയ്യിൽ നിന്നും നല്ല തിരിച്ചടി തന്നെ. മകനെ സ്നേഹിച്ചതിനുള്ള നല്ല അടി തന്നെയാണ് ഇപ്പൊ പ്രകാശിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. അപ്പോൾ സര ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സരയുവിനെ ഒരു മനസ്സമാധാനവും ഇല്ല. താരയെ കൊന്നോ എന്നൊരു ചിന്ത മാത്രമേ സരയുവിൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെ സരയു നേരെ വിക്രത്തെ വിളിക്കുക. അപ്പോൾ വിക്രം പെട്ടെന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, എന്താ സരയു, എന്താ വിളിച്ചത്? അതെ എടാ, എന്തായി കാര്യങ്ങളൊക്കെ? നീ ആ താരയെ കൊല്ലാനുള്ള പ്ലാൻ വല്ലതും ചെയ്തോ? ഞാൻ പ്ലാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ, ഇങ്ങനെ ആലോചിച്ച് സമയം കളയരുത്. എത്രയും പെട്ടെന്ന് ആ സ്ത്രീയെ കൊല്ലണം. അല്ലെങ്കിൽ എൻ്റെ ജീവിതം ആ സ്ത്രീ കാർന്ന് തിന്നും. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നീ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഞാനൊരു ചെയ്യാനായിട്ട് തുടങ്ങിയതാണെന്നേ. അവരുടെ റൂം വരെ എത്തി നോക്കിയതാ. അപ്പം ദേ നിൽക്കുന്നു കല്യാണി അതിൻ്റെ ഉള്ളിൽ. 24 മണിക്കൂറും ആ കിരണും കല്യാണും ആ റൂമിൽ തന്നെ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ്, എന്ത് ചെയ്യാനാണ്? പിന്നെ ഒരു കാര്യം ചെയ്യാൻ സരയോ, രാത്രിയാകുമ്പോഴത്തേക്കേ എല്ലാവരും പോകുമല്ലോ. അപ്പം പിന്നെ അവരൊറ്റക്കാവും. അവരെ തീർക്കാമെന്നാണ് എൻ്റെ മനസ്സിലൊരു വിചാരം. എടാ, നീ ഒരു മണ്ടനാണോ? എടാ, രാത്രിയാകുമ്പോൾ വാതിലൊക്കെ കുറ്റിയിട്ടിട്ടല്ലേ കിടന്ന് ഉറങ്ങുന്നത്. അപ്പം നിനക്ക് എങ്ങനെ അകത്തേക്ക് കയറാൻ പറ്റും? അങ്ങനെ പറ്റില്ല. നീ പകല് തന്നെ അവരുടെ അടുത്ത് കയറണം. അവർ മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവർ പുറത്ത് പോകും. ആ സമയത്ത് നീ ആരും കാണാതെ അങ്ങോട്ട് കയറിയാൽ മതി. എന്നിട്ട് കാര്യം എത്രയും പെട്ടെന്ന് അവസാനിക്കണം. ശരി സരയു, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിക്രം അവിടെ കിടന്നിങ്ങനെ ചുറ്റിത്തിരിയുക. അവിടെ ചുറ്റിത്തിരിയുന്ന സമയത്താണ് നമ്മുടെ കല്യാണി ഇറങ്ങി വരുന്നത്. ഇപ്പം കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രം പതിയെ മാറി നിൽക്കുകയാണ്. ആരും കാണാതെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ കല്യാണി നേരെ ആ ഒരു റിസപ്ഷനിലേക്ക് പോയിട്ട് അവിടുത്തെ കുറച്ച് ഫയലുകളെല്ലാം നോക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കല്യാണി അവിടെ നിന്ന് പോവുകയും ചെയ്യണം. അപ്പോൾ കല്യാണി പോയതൊക്കെ നോക്കി വിക്രം നേരെ താരയുടെ റൂമിലോട്ട് ചെന്ന് നോക്കുകയും ചെയ്യണം. അപ്പോൾ താരയുടെ റൂമിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും താര നല്ല ഉറക്കം. ഇത് തന്നെ പറ്റിയ തക്കം. ഇവരെ ഇപ്പം തന്നെ തീർക്കണം. ഇനി ആരെങ്കിലും വരുന്നതിന് മുമ്പ് തന്നെ തീർത്തില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ചിന്തിച്ച് അവിടെ ഇരുന്നേച്ച് ഒരു തലയണ എടുത്ത് നമ്മുടെ താരയുടെ മുഖത്തിലോട്ട് വെക്കുകയാണ്. താരയാണെങ്കിൽ ശ്വാസം മുട്ടി കുറച്ചിട്ടും കഴിഞ്ഞപ്പോഴേക്കും താരയുടെ കാലിൻ്റെയും കൈയുടെയൊക്കെ ഇത് നിന്നു. അങ്ങനെ താര അവിടെ മരിച്ചു വീഴുകയാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ സരയു ആ കാറിൽ കിടന്ന് സ്വപ്നം കണ്ട കാര്യങ്ങളായിരുന്നു. സരയു അവിടെ നിന്ന് പെട്ടെന്ന് ചാടി എണീറ്റിട്ട്, ദൈവമേ, ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഫലിക്കണേ.
ആ ഒരു കാഴ്ച വേണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ കാണാനായിട്ട് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് സരയു മനസ്സിൽ ഭയങ്കര ക്രൂരമായ കാര്യങ്ങളെല്ലാം ചിന്തിക്കുക. പിന്നീട് നമ്മുടെ കല്യാണി താരയ്ക്ക് മരുന്നും വെള്ളവും കഞ്ഞിയൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഈ താരയുടെ അടുത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും താര ഉറങ്ങി പോവുകയും ചെയ്തു. അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് സന്തോഷം തോന്നി. പക്ഷേ വിക്രം അവിടെ വിട്ട് പോയിട്ടില്ല. എങ്ങനെയെങ്കിലും താരയെ അവസാനിപ്പിക്കണമല്ലോ. കാരണം സരയുവിൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസയും മേടിച്ചിട്ടുള്ളതാ. അങ്ങനെ ഈ വിക്രം ആണെങ്കിൽ ആ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടുത്തെ കൗണ്ടർമാർ ഡ്രസ്സൊക്കെ ഊരിയിട്ട്, അതായത് ഈ മരുന്നൊക്കെ കൊടുക്കുന്ന ആൾക്കാർ, അവരുടെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് അവിടെ അലക്കിയും വിരിച്ചും ഒക്കെ ഇട്ട് വെച്ചിരിക്കുക. അങ്ങനെ വിക്രം ആരും കാണാതെ ആ റൂമിലേക്ക് കയറി അവന് ചേർന്ന് ഒരു ഡ്രസ്സ് എടുത്തിടുകയാണ്. അവിടുത്തെ കൗമ്പൗണ്ടറെ പോലെ തന്നെ ആ ഒരു ഡ്രസ്സ് അങ്ങോട്ട് ഇടുകയാണ്, മാസ്കും വെക്കുകയാണ്. അങ്ങനെ മാസ്കും വെച്ച് നേരെ താരയുടെ റൂമിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഒന്ന് ഡോറൊന്ന് മുട്ടുക. ഡോറ് തുറക്കുന്നില്ല ആരും. കുറേ പ്രാവശ്യം മുട്ടിയിട്ടും തുറക്കുന്നില്ല. അങ്ങനെ വിക്രം ആണെങ്കിൽ പതിയെ ആ ഡോറ് തള്ളി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഡോർ ഏതായാലും ഓപ്പണാക്കിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറിയ അപ്പോൾ നോക്കുമ്പോൾ താര ഫുള്ള് മൂടിക്കിടന്നങ്ങോട്ട് ഉറങ്ങുകയാണ്. ഇത് കണ്ട വിക്രം ആണെങ്കിൽ ഏതായാലും കിട്ടിയ അവസരം പാഴാക്കരുത്. കാരണം ഇപ്പം തന്നെ അവസാനിപ്പിക്കണം. എല്ലാത്തിൽ നിന്നും ഒത്തു കിട്ടിയിട്ടുണ്ട് ഇന്ന് കൊല്ലാനായിട്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ ഇവരെ തീർക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തലയണ എടുത്തിട്ട് ഇവരുടെ മുഖത്തേക്ക് വീണ്ടും അങ്ങോട്ട് അമർത്തുകയാണ്. അങ്ങനെ അമർത്തി ശ്വാസം മുട്ടി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആ ബെഡിൽ കിടന്നുവെച്ചാൽ അവർ വന്ന് ഈ വിക്രത്തിനിട്ട് ഒറ്റ ചവിട്ട്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ കിരണായിരുന്നു. താരയെ പെട്ടെന്ന് തന്നെ മാറ്റിയായിരുന്നു അവിടെ നിന്ന് തന്നെ. അപ്പോൾ കിരണാണെങ്കിൽ വിക്രത്തിനിട്ട് പടാന്നും പറഞ്ഞ് അടിക്കുകയാണ്. നിനക്ക് കൊല്ലണമല്ലേടാ താര ആൻറ്റിയെ, നിനക്ക് കൊല്ലണമല്ലേ? നീ അതിനു വേണ്ടി ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നടാ. അതുകൊണ്ടാണ് ഈ ബെഡിൽ ഞാൻ തന്നെ കയറി കിടന്നത്. നിന്നെ ഞാൻ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ വിക്രത്തിനെടുത്ത് കിരണ തോളലിട്ട് ഇങ്ങോട്ട് ഇടുകയാണ്. എന്നിട്ട് ഓടിച്ച് നുറുക്കി ആ ബെഡിലേക്ക് ഇടുകയാണ്. അപ്പോൾ വിക്രം കൈകൂപ്പി കാണിക്കണം, അയ്യോ എന്നെ കൊല്ലല്ലേ, ഇനി ഞാനൊന്നും ചെയ്യില്ലേ, എന്നെ കൊല്ലല്ലേ, മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ വിക്രത്തിനെ എത്രമാത്രം എടുത്തിട്ട് കൊടയാം അത്രത്തോളം നമ്മുടെ കിരൺ എടുത്തിട്ട് കൊടഞ്ഞു അവനെ. അങ്ങനെ പിന്നീട് നമ്മുടെ താരയെ വേറെ റൂമിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ അവിടെ കല്യാണി ഇരിക്കുകയാണ്. കിരൺ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരികയും ചെയ്യുകയാണ്. കിരണിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, എന്തായി കിരണിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്നായിരുന്നു താര ആൻറ്റിയെ കൊല്ലാനായിട്ട്. അവൻ വന്ന് തലയണ അമർത്തിയത് എൻ്റെ മുഖത്താണ്. അവന് കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ ഏതെങ്കിലും വാർഡിൽ പോയി അഡ്മിറ്റ് ആയിക്കോളും. ഇപ്പോൾ ആ റൂമിൽ തന്നെയാണ്. ആൻറ്റി ഇപ്പം മനസ്സിലായില്ലേ? ദേ ആൻറ്റി ആ റൂമിൽ നിന്ന് മാറ്റിയപ്പോൾ ആൻറ്റിക്ക് മനസ്സിലായില്ലേ? കണ്ടോ, ആൻറ്റിക്ക് ഇപ്പോഴും ആൻറ്റിയുടെ മകളോട് തന്നെയാണ് സ്നേഹം. ആൻറ്റി അവൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. കാരണം അവളുടെ മനസ്സിൽ ദുഷ്ടത മാത്രമേ ഉള്ളൂ. ആൻറ്റിയോട് സ്നേഹമൊന്നുമില്ല, ഒരു താരിമ്പ് പോലും സ്നേഹമില്ല. ആൻറ്റി ആ കാര്യങ്ങളൊന്നും ആലോചിക്കണം. അതൊക്കെ എന്താ ആൻറ്റി ചിന്തിക്കാത്തത്? അപ്പോൾ താര പറയുക, നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം എന്നൊക്കെ. ആൻറ്റി ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ ആൻറ്റിയുടെ കാര്യമാണ് ആൻറ്റി നോക്കേണ്ടത്. ദേ ഈ വിക്രം എന്ന് പറഞ്ഞവനില്ലേ, അവനും ഒരമ്മയുണ്ട്. അമ്മ എപ്പോഴേ അവനെ തള്ളിക്കളഞ്ഞു. കാരണം അവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. എത്ര പ്രാവശ്യം കല്യാണിയെ കൊല്ലാനായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? അവിടെ നിന്നെല്ലാം കല്യാണി രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തുടങ്ങിയതാ കല്യാണിയെ കൊല്ലാനുള്ള ശ്രമം അവൻ്റെ. പക്ഷെ അതെല്ലാം പാഴായി പോയില്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ്റെ കാര്യം ഞങ്ങൾക്ക് വിട്ടേര്. പിന്നെ ആൻറ്റി ഞങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ചിന്തിക്കണ്ട. ആൻറ്റി ശ്രദ്ധിക്കണം. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നവിടെ കിരൺ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പിന്നീട് സരയു ഹോസ്പിറ്റലിലേക്ക് എത്തി ഇങ്ങനെ കാർ നിർത്തി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡെഡ് ബോഡി കൊണ്ടുവരുന്നു. അപ്പോൾ സരയു മനസ്സിൽ ഭയങ്കരമായിട്ട് സമാധാനിക്കുക. അത് താരയുടെ ഡെഡ് ബോഡി തന്നെ ആകും എന്നാണ് സരയു വിചാരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.